രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ലാലേട്ടൻ ചിത്രം ചോട്ടാ മുംബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട്, ആദ്യ ദിനത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ തരയായിട്ട് അഴിഞ്ഞാടിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ. 2007 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വലിയ വിജയങ്ങൾ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. 18 വർഷങ്ങൾക്ക് ഇപ്പുറം റിലീസ് ചെയ്തപ്പോഴും ചിത്രം നമ്പർ 1 ആയിട്ട് നിൽക്കുകയാണ്. ലാലേട്ടനോടൊപ്പം തന്നെ സിദ്ദിഖ്, ഭാവന, ജഗദീഷ് ശ്രീകുമാർ, സായ്കുമാർ, കലാഭവൻ മണി, ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം അൻവർ റഷീദായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്നേ. ഇപ്പോൾ ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 37 ലക്ഷം രൂപയോളം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലായിട്ട് 50 ലക്ഷം പിന്നിട്ട ചിത്രം രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുകയാണ്. ഏകദേശം 50 മുതൽ 55 ലക്ഷത്തിനടുത്തുള്ള തുക ചിത്രം ഇതിനോടൊപ്പം തന്നെ ട്രാക്കിംഗ് കളക്ഷൻ വഴി സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിത്രം വീണ്ടും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.